നാളെ വൈകിട്ട് 3 മണിവരെ ഇത് സംബന്ധിച്ച സമയമുണ്ട്, സാവകാശമുണ്ട് എന്നാണ് SDPയുടെ സംസ്ഥാന പ്രസിഡന്റ് CP ലത്തീഫ് പറയുന്നത്. ചർച്ച ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുക എന്ന് പറയുന്നു. മാത്രമല്ല, അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം BJPയെ തോൽപ്പിക്കുക എന്നത് SDPയുടെ മാത്രം ബാധ്യതയല്ല. നേമത്തെ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശം നടക്കുന്നത്. കാരണം നേമത്ത് BJP ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് BJP പറയുന്ന മണ്ഡലം അവരുടെ A ക്ലാസ് മണ്ഡലമാണ്. അവിടെ 3-ാം സ്ഥാനത്തുള്ള കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നില്ലല്ലോ. പിന്നെ എന്തിനാണ് SDP മാത്രം അത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുന്ന ഒരു കാര്യം പ്രധാനമായും അദ്ദേഹം മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ SDPയോടുള്ള ഇവരുടെ രാഷ്ട്രീയ സമീപനത്തിന് മാറ്റം വരുത്തണമെന്നൊരു കാര്യം കൂടി അദ്ദേഹം പങ്കുവയ്ക്കുന്നു. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ നമുക്കറിയാം, പത്തനംതിട്ട കോട്ടാങ്കൽ പഞ്ചായത്തിലൊക്കെ SDPയുടെ പിന്തുണയോടുകൂടി കോൺഗ്രസിന്റെ പ്രസിഡന്റ് വരികയും പിന്നീട് ആ പിന്തുണ പിൻവലിച്ച് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ മാറ്റം വരുത്തിയാൽ മാത്രമേ ഇത്തരം സമീപനത്തിൽ, അതായത് മഞ്ചേശ്വരത്ത് SDPയുടെ സ്ഥാനാർത്ഥിയെ മാറ്റുന്ന കാര്യത്തിൽ ഒരു സമീപനം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ അവർ ഉറപ്പ് പറയുന്നുള്ളൂ. നാളെ വൈകിട്ട് 3 മണിവരെ ഇതിനുള്ള സമയമുണ്ട്, സാവകാശമുണ്ട്. SDPയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട UDFന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ തങ്ങളെ വിളിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി അവർ മുന്നോട്ടേക്ക് വെക്കുകയാണ്. ഈ ഘട്ടത്തിൽ മുസ്ലിം സമുദായ സംഘടനകളൊക്കെ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. SDPയുടെ ഈ സമീപനത്തിനെതിരെ അവിടെ അവർ സ്ഥാനാർത്ഥിയെ നിർത്തിയതിനെതിരെ സമുദായ സംഘടനകളൊക്കെ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. SKSSF ഇപ്പോൾ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. ഈ സമുദായത്തെ ഭിന്നിപ്പിക്കുന്ന, മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കുന്ന നടപടികളിൽ നിന്ന് SDPയെ പിന്മാറണമെന്നാണ് അവർ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. ഈ രീതിയിൽ മഞ്ചേശ്വരത്തും കാസർഗോഡും ഒക്കെ SDPക്ക് വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. അവിടെ BJPയുടെ വിജയ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ തങ്ങൾ മത്സരിക്കണമെന്നാണെങ്കിൽ വല്ല ബംഗ്ലാദേശിലോ മറ്റോ പോയി മത്സരിക്കേണ്ടി വരും എന്നൊരു രാഷ്ട്രീയ ആരോപണം കൂടി SDPയെ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. കാരണം BJPയെ തോൽപ്പിക്കുക അല്ലെങ്കിൽ BJPയുടെ വിജയം തടയുക എന്നത് നമ്മുടെ മാത്രം രാഷ്ട്രീയ ഉത്തരവാദിത്തമല്ലല്ലോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിന് മറുപടി പറയേണ്ടത് തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ LDF UDF മുന്നണികളാണ്. മറ്റു മണ്ഡലങ്ങളിൽ, അതായത് വേങ്ങര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഈ പറഞ്ഞതുപോലെ LDFന്റെ സ്ഥാനാർത്ഥി സഭാവ് കുണ്ടുപുഴയ്ക്കൽ ഉൾപ്പെടെയുള്ള LDFന്റെ സ്ഥാനാർത്ഥികൾ തങ്ങളുടെ വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ താനൂരിൽ V അബ്ദുറഹ്മാൻ SDPയെ പിന്തുണച്ചിരുന്നു. ഇത്തവണ തിരൂരിൽ അദ്ദേഹം മാറിയ സമയത്ത് പിന്തുണയ്ക്കണോ എന്ന വേണ്ട കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. അത്തരം ചർച്ചകളൊക്കെ നടക്കുകയാണ്.